കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. Counseling and admissions for professional courses in NRI and management quota in reputed colleges all over India. കഴിഞ്ഞ 10 വർഷമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാർഗദർശിയായി പ്രവർത്തിച്ചു വരുന്ന ISO 9001-2008 സർട്ടിഫൈഡ് സ്ഥാപനമാണ് കരിയർ വേൾഡ്. ഗൈഡൻസ് ഫോർ MBBS, BDS, BAMS, B.Pharm, M.Pharm, BSc Speech and Hearing, BSc Optometry, Engineering, MBA, BBM, BCA Cloud Computing and all other courses. For more details, contact 179-A Annapurna Building, Government High School Road near Ayyappa Temple, T. Dasarahalli, Bangalore 57. Mobile 099-160-39339. Email careerworldedu@gmail.com or contact our customer service number 07676339339. Log on to our website www.careerworldedu.org. ഉന്നത വിദ്യാഭ്യാസം സുരക്ഷിത കരങ്ങളിൽ, കരിയർ വേൾഡ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. പാരമ്പര്യ വസ്ത്ര സങ്കല്പങ്ങൾക്കൊപ്പം കല്യാണപ്പട്ട് സാരികളുടെയും റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെയും പ്രമുഖ ബ്രാൻഡുകളുടെ കമനീയ ശേഖരം. ഇളം മനസ്സുകൾക്ക് ഉണർവേകും വിധം പ്രത്യേകമായി തയ്യാർ ചെയ്ത ആദ്യ കുർബാന ഡ്രസ്സുകൾ. യുവത്വം ആഘോഷമാക്കാൻ ഓട്ടോ, ട്രിഗർ, പീറ്റർ ഇംഗ്ലണ്ട്, പാൻ അമേരിക്ക തുടങ്ങിയ ബ്രാൻഡുകളുടെ വർണ്ണാഭമായ ഡിസൈനർ കളക്ഷൻസ് ലത ടെക്സ്റ്റൈൽസിൽ ഒരുക്കിയിരിക്കുന്നു. ഹൈ റേഞ്ചിലെ എല്ലാ പ്രമുഖ സ്കൂളുകളുടെയും റെഡിമെയ്ഡ് യൂണിഫോമുകൾക്കൊപ്പം യൂണിഫോം മെറ്റീരിയൽസുകളും ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞു കണ്ണുകൾക്ക് പ്രിയം നൽകുന്ന കുട്ടിക്കുപ്പായങ്ങളുടെ വർണ്ണ കാഴ്ചകൾ. ലത ടെക്സ്റ്റൈൽസ്, മെയിൻ റോഡ്, കട്ടപ്പന. യഥാർത്ഥ പട്ട് വിശ്വസ്ത കരങ്ങളിലൂടെ. KG's ജുവലറി, കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളിയാഭരണശാല. KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ, സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.
നമസ്കാരം. കേരള വിഷൻ ഇടുക്കി നെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മികച്ച വില ലഭിക്കാതെ വെളുത്തുള്ളി കർഷകർ. കഴിഞ്ഞ വർഷം 200 രൂപ വരെ ലഭിച്ചിരുന്ന വെളുത്തുള്ളിക്ക് ഇപ്പോൾ ലഭിക്കുന്നത് 75 രൂപ. കാന്തല്ലൂരിൽ വെളുത്തുള്ളി കർഷകർ പ്രതിസന്ധിയിൽ. മറയൂരിൽ കാട്ടാന ആക്രമണം രൂക്ഷം. വന്യജീവി ആക്രമണം തടയാൻ വനംവകുപ്പ് പ്രഖ്യാപിച്ച സോളാർ വേലിയും ജൈവവേലിയും സ്ഥാപിച്ചില്ല. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ കനത്ത നാശം വിതയ്ക്കുന്നു. കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ കോൺഗ്രസ് ധർണ. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ധർണയിൽ വൻ ജനപങ്കാളിത്തം. നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും ഇരട്ടയാറിലും കഞ്ഞിക്കുഴിയിലും കരിമ്പനിലും പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കുമളിയിൽ ടീ ബോർഡിന് മുമ്പിലും കോൺഗ്രസ് ഉപരോധം. ഇന്ധന വിലവർദ്ധനവിൽ നട്ടം തിരിഞ്ഞ് ജനങ്ങൾ. എണ്ണവില വർദ്ധിച്ചതോടെ പച്ചക്കറിക്ക് പൊള്ളുന്ന വില. വിലവർദ്ധനവ് സാധാരണക്കാരുടെ നടുകുടിക്കുന്നു. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഇടുക്കിയിൽ വിനോദസഞ്ചാര മേഖലയോട് സർക്കാർ അവഗണന. വിനോദസഞ്ചാര മേഖലയായി പ്രഖ്യാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ പാൽക്കുളം മേടിനെ അവഗണിക്കുന്നു. ദീപിക എക്സലൻസ് അവാർഡ് KG's ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാജൻ ജോർജിന്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് അവാർഡ്. കുമരകത്ത് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവാർഡുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. വെളുത്തുള്ളിക്ക് മികച്ച വില ലഭിക്കുന്നില്ല. കാന്തല്ലൂരിൽ വെളുത്തുള്ളി കർഷകർ പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വർഷം 150 മുതൽ 200 രൂപ വരെ ലഭിച്ചിരുന്ന വെളുത്തുള്ളിക്ക് ഇപ്പോൾ ലഭിക്കുന്നത് 75 രൂപയാണ്. വിളവെടുത്ത വെളുത്തുള്ളികൾ ഉണക്കി സൂക്ഷിച്ചിരിക്കുകയാണ് കർഷകർ. കാന്തല്ലൂരിൽ വെളുത്തുള്ളി കർഷകർ പ്രതീക്ഷിച്ച് വില ലഭിക്കാതെ വലയുന്നു. കാന്തല്ലൂർ, പെരുമല, പുത്തൂർ, കീഴാന്തൂർ മേഖലയിലാണ് ശീതകാല പച്ചക്കറി കൃഷിയിൽപ്പെട്ട വെളുത്തുള്ളി വ്യാപകമായി കൃഷി ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം നല്ല വില ലഭിച്ചതിനാൽ ഈ വർഷവും കൂടുതൽ വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൃഷി വ്യാപകമായി ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ലഭിച്ചതിന്റെ പകുതി വില പോലും ഈ വർഷം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം 1 കിലോ ഉണക്ക വെളുത്തുള്ളിക്ക് 150 രൂപ മുതൽ 200 രൂപ വരെ വില ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെറും 75 രൂപയ്ക്കാണ് കച്ചവടക്കാർ ചോദിക്കുന്നത്. ഈ വിലയ്ക്ക് കൊടുത്താൽ കർഷകർക്ക് മുടക്കുമുതൽ പോലും ലഭിക്കുന്നില്ല. പാടത്തുനിന്ന് പറിച്ച വെളുത്തുള്ളികൾ കറ്റകളാക്കി വീടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കർഷകർ ഇപ്പോൾ. ഉണക്കാനായി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും വിൽപ്പന നടത്താൻ മാസങ്ങൾ കഴിയും തോറും ഉള്ളിയുടെ തൂക്കം കുറഞ്ഞു വരും. ഇത് കർഷകർക്ക് തിരിച്ചടിയാണ്. തമിഴ്നാട്ടിൽ മടക്പെട്ടിയിലാണ് വെളുത്തുള്ളിയുടെ പ്രധാന വിപണന കേന്ദ്രം. ഇവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് കടത്തി കൊണ്ടുപോകണമെങ്കിൽ കേരള നിയമമനുസരിച്ച് 14% നികുതി അടയ്ക്കേണ്ടി വരുന്നു. തമിഴ്നാട്ടിലാകട്ടെ വെളുത്തുള്ളിക്ക് നികുതിയില്ല. ഇതിനാൽ കേരള സർക്കാർ വെളുത്തുള്ളിയെ നാണ്യവിളയിൽ ഉൾപ്പെടുത്താതെ പച്ചക്കറി ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുത്തി നികുതി ഒഴിവാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. കാന്തല്ലൂരും വട്ടവടിയും ഭാഗത്ത് ഈ വെളുത്തുള്ളി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇതിൽ നല്ല ഉപകാരം ഒന്നും കിട്ടുന്നില്ല. അതനുസരിച്ച് കേരളത്തിൽ 14% ടാക്സ് അടയ്ക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 150 ഈ പ്രാവശ്യം 50-60 കിട്ടുന്നുള്ളൂ. അത് കാരണം കർഷകർക്ക് ഭയങ്കര പ്രസിദ്ധിയില്ല. വ്യാപാരികൾ വില കുറച്ച് ചോദിക്കുന്ന ഈ സാധനങ്ങൾ അവർ ടാക്സ് അടിക്കാറ് കാരണം നമുക്ക് കേരളത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് വരും. മറയൂരിൽ കാട്ടാന ആക്രമണം രൂക്ഷം. കാട്ടാന ആക്രമണം തടയാൻ വനംവകുപ്പ് ജൈവവേലിയും ഫെൻസിംഗും സ്ഥാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും നടപ്പിലാക്കിയില്ല. ഇതോടെ മറയൂരിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായ നാശം വിതയ്ക്കുന്നു. മറയൂരിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി നാശനഷ്ടം വിതയ്ക്കുന്നത് പതിവായിരിക്കുകയാണ്. മറയൂരിലെ കരിമുട്ടിയിലും പെരുങ്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാനക്കൂട്ടം കരിമുട്ടി സ്വദേശികളായ സണ്ണി, ജോണി, ബാബു, തോമസ് എന്നിവരുടെ വീട്ടുവളപ്പിലെ തെങ്ങും കമുകുകളുമാണ് നശിപ്പിച്ചത്. വട്ടവയലിൽ ആന്റണിയുടെ വീടിന്റെ ഗേറ്റുകൾ രണ്ടും കാട്ടാനക്കൂട്ടം തകർത്തു.
ആനകൾ വീട്ടുവളപ്പിൽ കയറി കൃഷി ചെയ്തിരുന്ന ഇഞ്ചിയും കമുകുകളും തെങ്ങുകളും നശിപ്പിച്ചു. കരിമുട്ടി സ്വദേശി കുന്നേൽ മാത്തുക്കുട്ടിയുടെ വീട്ടുവളപ്പിലെ 2 തെങ്ങുകളും നശിപ്പിച്ചു. രാത്രി 8:30 എത്തിയ ആനക്കൂട്ടത്തെ തുരത്താൻ എത്തിയവരെ കാട്ടാന വിരട്ടി ഓടിച്ചു. കൂടകശ്ശേരി വീട്ടിൽ ജോണി, ടോമി, കൊച്ച് എന്നിവർ ട്രൈബൽ കോസ്റ്റിന് മുകളിൽ കയറിയാണ് അന്ന് രക്ഷപ്പെട്ടത്. ഈ സമയം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഭയന്ന് നിലവിളിച്ചെങ്കിലും മറയൂർ കരിമുട്ടി റോഡിലൂടെ പെട്രോളിംഗ് നടത്തിയ വനപാലക സംഘം തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പൊ 2 ദിവസമായി കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന് തെങ്ങ് 2 കളഞ്ഞു. അത് കഴിഞ്ഞിപ്പോ ഇന്നലെ 3 പ്രാവശ്യം, മിനിഞ്ഞാന്ന ദിവസം രാത്രിയുടെ വന്നു. ഈ ദിവസം വന്ന് ഇന്നലെ വന്ന് കയറി മൊത്തം നശിപ്പിയിലുള്ള പച്ചക്കറി കൃഷി ചെയ്ത് വെച്ച കംപ്ലീറ്റ് നശിപ്പിച്ചു. ഇതെല്ലാം കണ്ട് ഫോറസ്റ്റുകാരൻ റോഡിൽ കൂടി പോകും, അല്ലാതെ അവരെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതെ ഇരിക്കുന്നു. എന്നാൽ അവർ ആരെങ്കിലും നിന്ന് ഇവിടെ ആനയുണ്ടോ എന്താ സംഭവം എന്നൊന്നെങ്കിലും ചോദിക്കുക, അവരൊന്നും ചോദിക്കുന്നില്ല. അവർക്ക് അവരുടെ മൃഗം ജീവിക്കണമെന്നുള്ളത് മാത്രം ഇപ്പോൾ ചിന്തയുള്ളതെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കിപ്പോൾ ശല്യമായിട്ടിരിക്കുന്ന ഇപ്പം ഇതാണ്, എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ വർഷം കാട്ടാനശല്യമുണ്ടായപ്പോൾ വനപാലകർ യോഗം ചേർന്ന് സൗരോർജ്ജവേലിയും തേനീച്ചപ്പെട്ടികളും നാരകം പോലെയുള്ള ചെടികൾ സ്ഥാപിച്ച് ജൈവവേലി നിർമ്മിച്ച് കാട്ടാനശല്യം തടയുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇത് ജനരോഷം അല്പം ഇല്ലാതാക്കുകയും ചെയ്തു. എന്നാൽ ഇവയൊന്നും പ്രാവർത്തികമാക്കാൻ വനംവകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. കാട്ടാനശല്യം മൂലം മറയൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രമുഖ കാർഷിക മേഖലയായിരുന്ന പെരുങ്കടവ് പോലുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ തരിശായി മാറിയിരിക്കുകയാണ്. സർക്കാരിൽ നിന്നോ ത്രിതല ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നോ യാതൊരുവിധ സഹായങ്ങളും ലഭിക്കാത്തതിനാൽ കർഷകർ കൃഷി തന്നെ ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കോൺഗ്രസ് ധർണ. മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കാണ് മാർച്ചും ധർണയും നടത്തിയത്. കട്ടപ്പനയിലും ഇരട്ടയാറിലും പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ മുമ്പിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായി കട്ടപ്പനയിലും ഇരട്ടയാറ്റിലും പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടന്ന കൂട്ടധർണ DCC സെക്രട്ടറി ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ എത്തിയതോടെ ധർണ ആരംഭിച്ചു. BJPയുടെ വർഗീയ ഫാസിസത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന മാർക്സിസ്റ്റുകാർക്ക് വൈകി വന്ന വിവേകമാണെന്നും ജോണി കുളമ്പള്ളി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ 1000-ഓളം വരുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിലുള്ള ധർണയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, BJPയുടെ ഗവൺമെന്റ് 1 വർഷം തികയാൻ പോവുകയാണ്. മന്ത്രിസഭയുടെ 1ാം വാർഷികം ആഘോഷിക്കുന്ന തിരക്കിലാണ് ഈ ഗവൺമെന്റ്. പക്ഷെ 1 വർഷത്തെ കൈപ്പേറിയ അനുഭവങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവനും ദുരിതത്തിലാക്കുന്ന നിലയിലേക്കുള്ള സമീപനത്തിലാണ് ഈ ഗവൺമെന്റ് പോകുന്നത്. തുടക്കം മുതൽ കുറെ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയെന്നത് മാത്രമല്ല, ഒരു വലിയ നാളേക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിന്റെ രംഗത്താണ് ഞങ്ങൾ എന്ന ഒരു മുദ്രാവാക്യമായിരുന്നു BJPയുടെ ആദ്യത്തെ മുദ്രാവാക്യം. മോദി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് ജോയി പെരുന്നേലി അധ്യക്ഷത വഹിച്ചു. തോമസ് രാജൻ, ജോയി വെട്ടിക്കുഴി, ജോണി ചീരാംകുന്നേൽ, PC മാത്യു, PS രാജപ്പൻ, മനോജ് മുരളി, പ്രശാന്ത് രാജു, ഷാജൻ ജേക്കബ്, സണ്ണി വേഴാമ്പത്തോട്ടം, ജോസ് ആനക്കല്ലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇരട്ടയാർ പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇരട്ടയാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ് വാട്ടപ്പള്ളി അധ്യക്ഷനായിരുന്നു. ഔസേപ്പച്ചൻ, ശൗര്യാങ്കുഴി, ജനശ്രീ ജില്ലാ ചെയർമാൻ YC സ്റ്റീഫൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് G മുരളീധരൻ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അജയ് കുളത്തുകുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുൻപിൽ പ്രഖ്യാപിച്ച ധർണാ സമരം കുമളിയിലും നടന്നു. കുമളി ടീ ബോർഡിന്റെ മുമ്പിൽ നടന്ന സമരം മുൻ MLA EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടീ ബോർഡ് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ ധർണ അഡ്വക്കേറ്റ് EM അഗസ്തി XMLA ഉദ്ഘാടനം ചെയ്തു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച തകർന്നുകൊണ്ടിരിക്കുന്നു. അതിവേഗത്തിൽ രാജ്യത്തിന് സാമ്പത്തിക വളർച്ച കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പുതിയ വാഗ്ദാനങ്ങൾ നൽകി. എന്തെല്ലാം വാഗ്ദാനങ്ങളുടെ തിരുവടിക്കാലമായിരുന്നു നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് നിലകാരം എന്ന് നമുക്കറിയാം. 10 മാസം കഴിയുന്നു. ഗവൺമെന്റിന്റെ വാർഷികം ആഘോഷിക്കാൻ 2 വർഷം കൂടി മാത്രമേ ഉള്ളൂ. പറഞ്ഞതെല്ലാം വിരുന്ന ഗവൺമെന്റാണ്. U-turn ഗവൺമെന്റ് എന്നാണ് ഈ ഗവൺമെന്റിനെ കോൺഗ്രസ് വഹിക്കുന്നത്. കുമളി ഹോളിഡേ ഹോം പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലൂടെ കടന്ന് ടീ ബോർഡിന്റെ മുമ്പിൽ സമാപിക്കുകയും ധർണയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇന്ധനവില കുറയ്ക്കുക, വിലക്കയറ്റം തടയുക,
കൃഷി സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക, തേയില, ഏലം, കാപ്പി, കുരുമുളക് എന്നിവയുടെ ഇറക്കുമതി നിയന്ത്രിച്ച് തറവില നിശ്ചയിക്കുക, കേന്ദ്ര സർക്കാരിന്റെ വർഗീയവൽക്കരണം ഉപേക്ഷിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയവയായിരുന്നു ധർണയുടെ പ്രധാന ആവശ്യങ്ങൾ. പ്രതിഷേധ ധർണയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസാദ് മാണി, TN ശശി, സനു പുതുപ്പറമ്പിൽ, സാലി ജേക്കബ്, ബിജു ദാനിയൽ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ കോൺഗ്രസ് നെടുങ്കണ്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 3ാം ഘട്ട സമരമാണ് ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പാകെ നടത്തുന്നത്. വളരെ മൗലികമായി ജനതയെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ മുമ്പോട്ട് പോകുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 10 മാസക്കാലത്തെ ഭരണം, ആ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ രാജ്യത്തെ അഭിമാനത്തിന്റെ മുഹൂർത്തങ്ങളിലൂടെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന രാജ്യത്തെ 70% വരുന്ന കർഷകരാണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രചോദനം. കർഷകരെ തഴഞ്ഞുകൊണ്ടൊരു ഇന്ത്യ ഉണ്ടോ? ഈ ഭാരതത്തിന്റെ നട്ടല് എന്ന് പറയുന്നത് കർഷക ജനതയാണ്. ആ പ്രയാസങ്ങൾ ദൂരീകരിക്കേണ്ട ഗവൺമെന്റ് മുടി മുതൽ ഈ ഗവൺമെന്റ് കർഷക വിരുദ്ധ സമീപനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. മോദി സർക്കാരിന്റെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, കർഷകരുടെ ഭൂമി ഏറ്റെടുക്കുവാനുള്ള നിയമ ഭേദഗതി പിൻവലിക്കുക, കർഷക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ഡോക്ടർ മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക, ഇന്ധനവില വർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. നെടുങ്കണ്ടം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ KPCC സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോയി ഉലഹനാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജു എടത്വ, DCC ജനറൽ സെക്രട്ടറി MN ഗോപി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ജോസഫ്, ശ്യാമള വിശ്വനാഥൻ, MS മഹേശ്വരൻ, MD വർഗീസ്, KR രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയിലാടുംപാറയിൽ നടന്ന ധർണാ സമരം DCC ജനറൽ സെക്രട്ടറി MN ഗോപി ഉദ്ഘാടനം ചെയ്തു. സാന്റോച്ചൻ കൊച്ചുപുരക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സേനാപതി വേണു, PD ജോർജ്, ബെന്നി തുണ്ടത്തിൽ, K വിജയൻ, ബെന്നി കുന്നേൽ, രാധാപ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പാമ്പാടുംപാറയിൽ നടന്ന ധർണ KPCC നിർവാഹക സമിതി അംഗം ശ്രീമന്ത്രം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. മാത്തുക്കുട്ടി മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ G മുരളീധരൻ, ടോമി കാര്യകുളം, മോഹനൻ മക്കൊള്ളിയിൽ, മോളി മൈക്കിൾ, CJ രാജേന്ദ്രൻ, G ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കരുണാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴിത്തുളവിൽ നടന്ന ധർണ KPCC സെക്രട്ടറി നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി നെറ്റ് ന്യൂസ്, നെടുങ്കണ്ടം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി, കരിമ്പൻ പോസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ നടത്തിയ ധർണ കഞ്ഞിക്കുഴിയിൽ DCC ജനറൽ സെക്രട്ടറി AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആധാർ കാർഡ് വേണ്ട, ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണം കുറയ്ക്കുവാനുള്ള നടപടി അംഗീകരിക്കില്ല, ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുവാനുള്ള കോൺഗ്രസ് സർക്കാരിന്റെ UPAയുടെ തീരുമാനം അംഗീകരിക്കില്ല. അങ്ങനെ ഒട്ടേറെയായ വാഗ്ദാനങ്ങൾ പറഞ്ഞ അധികാരത്തേക്ക് കടന്നു വന്നതാണ് മോഡിയുടെ ഗവൺമെന്റ്. AICC ആസ്ഥാനത്ത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും 25,000 കോടി ഡോളർ സ്വിസ് ബാങ്ക് അടക്കമുള്ള ലോകത്തെ വിദേശ കമ്പോളങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യൻ ജനതയെ വഞ്ചിക്കുകയാണെന്നും ആഗോള കുത്തക സംരംഭങ്ങൾക്ക് മുൻപിൽ രാജ്യത്തെ അടിയറ വെച്ചുകൊണ്ട് മോഡി ജനങ്ങളെ ദുരിതത്തിലേക്ക് നയിക്കുകയാണെന്നും കഞ്ഞിക്കുഴിയിൽ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി AP ഉസ്മാൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് ദേശവ്യാപകമായി നടത്തിയ പോസ്റ്റ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ശശി കല്യാണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ PD ശോശാമ, ജോസ് ഊരക്കാട്ട്, ഉമ്മർ ഖാൻ, PT ജയകുമാർ, ടോമി താണൂലിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി നെറ്റ് ന്യൂസ്, ചെറുതോണി. RSS നേതാക്കന്മാരുടെ മുമ്പിൽ പ്രധാനമന്ത്രി തലകുനിച്ചു നിൽക്കുകയാണെന്നും രാജ്യം ദുരന്തത്തിലേക്ക് പോകുന്നതിന്റെ സൂചനയാണിതെന്നും മുൻ MLA EM അഗസ്തി. ഇത് തരണം ചെയ്യാൻ എല്ലാ ജനങ്ങളും, ജനാധിപത്യ സംസ്കാരമുള്ള എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണമെന്നും EM അഗസ്തി കുമളിയിൽ പറഞ്ഞു. ഗാന്ധിയൻ ദർശനമല്ല, ഗോഡ്സെയുടെ തത്വശാസ്ത്രമാണ് ഇന്ത്യൻ തത്വദർശനം എന്ന് പറയുന്ന RSS നേതാക്കന്മാർ. അവർക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന പ്രധാനമന്ത്രി രാജ്യം ദുരന്തത്തിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ആ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ജനങ്ങളുടെ കൂട്ടായ്മ വേണം എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് മാത്രമല്ല, എല്ലാ ജനാധിപത്യ സംസ്കാരമുള്ള പാർട്ടികളും ഒരുമിച്ച് വർഗീയവൽക്കരണത്തിനായി
ജനാധിപത്യ സ്ഥാപനങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരായി ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അതിന്റെ ഒരു മുന്നോടി കൂടിയാണ് ഈ സമരം. ദീപിക എക്സലൻസ് അവാർഡ് KGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാജൻ ജോർജിന്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് അവാർഡ്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവാർഡ് ദാനം നിർവഹിച്ചു. സംസ്ഥാനത്ത് 4 പേർക്കാണ് അവാർഡ്. ആയിരത്തി 1950കളിൽ കോട്ടയത്തു നിന്നുമാണ് സാജൻ ജോർജിന്റെ കുടുംബം ഇടുക്കി ജില്ലയിലെ ഉപ്പുതറയിലേക്ക് കുടിയേറുന്നത്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും പടപൊരുതി ജീവിക്കുന്ന കാലത്ത് ഉഷസിൽ കോശി ജോർജ് ഉപ്പുതറയിൽ ആരംഭിച്ച വ്യാപാര ശൃംഖല 1964 കട്ടപ്പനയിലേക്കും വ്യാപിപ്പിച്ചു. കുടിയേറ്റ കാലം മുതൽ സഹോദരി പുത്രൻ EM ബേബിയും ഒപ്പമുണ്ടായിരുന്നു. കോട്ടയത്തു നിന്ന് എത്തിയവർ ആരംഭിച്ച വ്യാപാര സ്ഥാപനം എന്ന നിലയിൽ കോട്ടയം കട എന്ന പേരിൽ ഹൈറേഞ്ചിലെ ആദ്യ സ്വർണ്ണ വ്യാപാര കേന്ദ്രം കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് 1980കളിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായ സാജൻ ജോർജ് സ്ഥാപനങ്ങളുടെ അമരത്തെത്തി. കോട്ടയം സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിൽ നിന്ന് പ്രൈമറി വിദ്യാഭ്യാസവും MD സെമിനാരി സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മാന്നാനം KE കോളേജിൽ നിന്നും കോട്ടയം മാർ ബെസേലിയോസ് കോളേജിൽ നിന്നുമായി ഗ്രാജുവേഷനും പൂർത്തീകരിച്ച സാജൻ ജോർജ് KGS എന്ന പേരിൽ വ്യാപാര ശൃംഖല വ്യാപിപ്പിച്ചു. കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലായി ഗോൾഡ് ഡയമണ്ട് ജ്വല്ലറികൾ, തൊടുപുഴയിൽ നോഹാർക്ക് എന്ന പേരിൽ 4 സ്റ്റാർ നിലവാരത്തിൽ റിസോർട്ട്, കട്ടപ്പനയിൽ ലോകാർക്ക് എന്ന പേരിൽ റിസോർട്ട് തുടങ്ങി നിരവധി സംരംഭങ്ങളുടെ ഉടമ കൂടിയാണ് ഇന്ന് സാജൻ ജോർജ്. ബിസിനസിനു പുറമെ മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം, ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കൌൺസിൽ അംഗം, കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്ന സാജൻ ജോർജിനെ കുറിച്ച് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് പറയുന്നത് ഇങ്ങനെ. KGS ജ്വല്ലറിയുടെ MD ശ്രീ സാജൻ ജോർജിന് 2014-15 കാലഘട്ടത്തിലെ ദീപിക എക്സലൻസ് അവാർഡ് കിട്ടിയതിൽ കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ അഭിമാനമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. 1980കളിൽ അദ്ദേഹം ഏറ്റെടുത്ത ജ്വല്ലറിയുടെ പ്രവർത്തനം ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആദ്യം നെടുങ്കണ്ടത്തും തുടർന്ന് അടിമാലിയിലും ഇപ്പോൾ തൊടുപുഴയിലുമായി വ്യാപിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അശ്രാന്തമായ പരിശ്രമവും കഠിനാധ്വാനവും, അതിലേറെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ദൈവത്തിലുള്ള ആശ്രയവുമാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് നിദാനമായിട്ടുള്ളത്. ഇതുകൂടാതെ പ്ലാന്റേഷൻ മേഖലയിൽ ഏലം കൃഷിരംഗത്ത് അദ്ദേഹം തൻ്റെ മതിയായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തൊടുപുഴയിൽ ഇപ്പോൾ ഒരു നോഹ ആർക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, ഒരു റെസിഡൻഷ്യൽ ഒരു കോംപ്ലക്സ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തേക്കടിയിലും കുമരകത്തും ഒക്കെ ഹോസ്പിറ്റാലിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് റിസോർട്ടുകൾ പണിയുന്നതിന് ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 250ഓളം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനങ്ങളുടെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അശ്രാന്തമായ പരിശ്രമവും മാനേജീരിയൽ എക്സ്പീരിയൻസും സ്കിൽസും എല്ലാം പരിഗണിച്ചാണ് ദീപിക ഈ അവാർഡ് ഏർപ്പെടുത്തിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിന് ദീപികയ്ക്കും അവാർഡ് ജേതാവിനും എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും നേരുന്നു. തുടർന്നും അദ്ദേഹം മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സാധിക്കട്ടെ എന്ന് കട്ടപ്പന മർച്ചൻസ് അസോസിയേഷന് വേണ്ടി ആശംസകൾ നേരുക. ഹൈറേഞ്ചിലെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റർ കൂടിയാണ് സാജൻ ജോർജ്. നിരവധി പുരസ്കാരങ്ങൾക്കൊപ്പം സാജൻ ജോർജിനെ തേടിയെത്തിയത് ദീപിക എക്സലൻസ് അവാർഡാണ്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് അവാർഡ് നൽകിയത്. സാജൻ ജോർജിന് പുറമെ കൊശമറ്റം ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ മാത്യു കെ ചെറിയാൻ, അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജർ ഫാദർ വർഗീസ് പെരിന്തിരിക്കൽ, തലയോലപ്പറമ്പ് SIIT ഡയറക്ടർ ഷാജി ജോസഫ് എന്നിവർക്കും അവാർഡുകൾ നൽകി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. രാഷ്ട്രദീപിക കമ്പനി PRO മാത്യു കൊല്ലമലക്കരോട്ട്, ജനറൽ മാനേജർ KC ജോസഫ്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി, ചലച്ചിത്ര താരങ്ങളായ ശ്രുതി ബാല, കോട്ടയം നസീർ, രാഷ്ട്രദീപിക കമ്പനി CMD മോൺസ്, മാത്യു M ചാലിൽ, ദീപിക ചീഫ് എഡിറ്റർ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ തുടങ്ങിയവരും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനായി എത്തിയിരുന്നു. ഏതൊരാളുടെയും വിജയത്തിനു പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും.
1987 കോട്ടയം തോട്ടയ്ക്കാട്ട് ഓലിക്കര കുടുംബാംഗമായ സജിനി സാജൻ ജോർജിന്റെ ജീവിത പങ്കാളിയായി എത്തി. ഇതിനുശേഷമുള്ള സാജൻ ജോർജിന്റെ വളർച്ചയിൽ മൂത്തമകൾ അമ്മു, ഇളയ മകൾ അമലു, മകൻ ജോർജ് കോശി എന്നിവരും ഒപ്പമെത്തി. കൃഷിയെ സ്നേഹിക്കുന്ന ഒരു നല്ല കർഷകൻ കൂടിയാണ് സാജൻ ജോർജ്. ഇടുക്കി നെറ്റ് ന്യൂസ്, കട്ടപ്പന. ഇന്ധനവില കുതിച്ചുയർന്നതോടെ പച്ചക്കറികൾക്ക് പൊള്ളുന്ന വില. അടിക്കടിയുണ്ടാകുന്ന പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെ തുടർന്ന് ക്രമാതീതമായാണ് പച്ചക്കറി വില ഉയരുന്നത്. വിലവർദ്ധനവ് സാധാരണക്കാരുടെ നടുവൊടിക്കുന്നു. ഇന്ധന വിലവർദ്ധനവിന്റെ മറവിൽ പച്ചക്കറികൾക്ക് വില ഉയരുന്നു. അന്യസംസ്ഥാനത്തു നിന്നും വരുന്ന പച്ചക്കറികൾക്കാണ് ഈ തീവില. ഒരാഴ്ചക്കിടെ ഏറ്റവും അധികം വില ഉയർന്നത് തക്കാളിയാണ്. 20 രൂപയായിരുന്ന തക്കാളിയുടെ ഇപ്പോഴത്തെ വില 40 രൂപയാണ്. സവോള വില 20 രൂപയിൽ നിന്ന് 30 രൂപയായും, ബീൻസ് 60 നിന്ന് 80 രൂപയായും, കിഴങ്ങ് 20 നിന്ന് 30 രൂപയായും, ക്യാരറ്റ് 20 നിന്ന് 40 രൂപയായും, പയറ് 40 രൂപയിൽ നിന്ന് 50 രൂപയായും ഉയർന്നു. തോരപ്പരിപ്പ്, ഉഴുന്ന്, കടല, ചെറുപയർ, ഉഴുന്നുപരിപ്പ് എന്നിവയുടെ വിലയും ക്രമാതീതമായി ഉയർന്നു. പരിമിതമായ ദിവസവരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ലക്ഷോപലക്ഷം പാവപ്പെട്ടവർ ഈ വിലവർദ്ധനവ് കാരണം നിസ്സഹായരായി പകച്ചു നിൽക്കുകയാണ്. വിലവർദ്ധനവും പച്ചക്കറികളുടെ വിലവർദ്ധനവ്, അതുപോലെ തന്നെ ഒറ്റയടിക്കുള്ള പെട്രോളിന്റെ വിലവർദ്ധനവും ഒക്കെ മൂലം നമ്മുടെ ജനങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാടുകളാണ് കൂടുതലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഗവൺമെന്റ് എന്തെങ്കിലും ഉടനടി ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അടിക്കടി വില വർദ്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ തട്ടിപ്പ് ഇന്നത്തെ രൂക്ഷമായ വിലക്കയറ്റത്തിന് കാരണമാകുന്നു. പെട്രോളിയം വില നിയന്ത്രണം എണ്ണ കമ്പനികളെ ഉദാരമായി ഏൽപ്പിച്ചിരിക്കാൻ തോന്നുമ്പടിയാണ് വിലവർദ്ധനവ്. ഇതിനെന്തെങ്കിലും ന്യായം പറയണമെന്ന് സർക്കാർ കരുതുന്നുമില്ല. രുചികരമായ കറികൾ കൂടി ചോറുണ്ടെങ്കിൽ ഇനി പോക്കറ്റ് കൂടി നോക്കി വേണം സാധനങ്ങൾ വാങ്ങാൻ. അത്രയ്ക്ക് വിലവർദ്ധനവാണ് ഓരോ സാധനങ്ങൾക്കും. സമസ്ത മേഖലകളിലും വിലക്കയറ്റം പടർന്നു പിടിച്ചു. സാധാരണക്കാരന്റെ ജീവിതം ദുരിതത്തിലുമായി. പൊതുവിപണിയെ ആശ്രയിച്ചാൽ കൈകൊള്ളുമെന്ന് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം അറിയാം. വിലകയറ്റം പിടിച്ചു നിർത്തേണ്ടവർ തന്നെയാണ് വിലകയറ്റത്തിന് മുൻതൂക്കം നൽകുന്നതും. കട്ടപ്പന മാർക്കറ്റിൽ നിന്നും ക്യാമറമാൻ വിഷ്ണു എസ് നായരുടെ ദൃശ്യങ്ങൾക്കൊപ്പം അനീഷ് ഇടുക്കിനറ്റ്. കുമളി ഗ്രാമപഞ്ചായത്തിലേക്ക് ഡിവൈഎഫ്ഐയുടെ ജനകീയ മാർച്ച്. പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെയും മോദി സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെയുമാണ് ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചത്. പഞ്ചായത്തിന്റെ അഴിമതിയിൽ പ്രതിഷേധിച്ചും നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവഞ്ചനയിൽ പ്രതിഷേധിച്ചും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കുമളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുമളി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, കുമളി ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി അവസാനിപ്പിക്കുക, കുമളി ആരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. കുമളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ളത് ആദ്യത്തെ 2 മുദ്രാവാക്യങ്ങൾ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ 2 ആവശ്യം. വിനോദ് ഗോപി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആർ തിലകൻ ഉദ്ഘാടനം ചെയ്തു. വി ഐ സിംസൺ, സനോജ് കെ സരസൻ, കെ എം സിദ്ദിഖ്, കെ ജെ ദേവസ്യ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. അതേസമയം ഡിവൈഎഫ്ഐയും സിപിഎമ്മും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ആരോപണം തെളിയിച്ചാൽ കോൺഗ്രസിലെയും യുഡിഎഫിലെയും പ്രവർത്തകർ പൊതുപ്രവർത്തനം ഉപേക്ഷിക്കുമെന്നും കുമളി പഞ്ചായത്ത് ആരോഗ്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വർഗീസ് പറഞ്ഞു. ഒരു തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് സമരവുമായി ഇറങ്ങിയിരിക്കുന്ന ഡിവൈഎഫ്ഐയും സിപിഎമ്മും അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ, അഴിമതി ആരോപണങ്ങൾ തികച്ചും ലജ്ജാകരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അവർ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം, ഇവിടെ കുമളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു അഗ്രികൾച്ചറൽ വനിതാ സഹകരണ സംഘം ഉണ്ടാക്കി അത് 12 ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നുവെന്ന്. അങ്ങനെ ഒരു വനിതാ സഹകരണ സംഘം ഉണ്ടാക്കിയെന്ന് തെളിയിച്ചാൽ, അതിൽ നിന്ന് 12 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന് തെളിയിച്ചാൽ ഞങ്ങൾ ഈ പൊതുപ്രവർത്തകർ, കോൺഗ്രസിന്റെ പൊതുപ്രവർത്തകർ, UDFന്റെ പൊതുപ്രവർത്തകർ മാന്യമായി ഈ പൊതുപ്രവർത്തനം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ആരോപണം ഉന്നയിച്ച നിങ്ങൾക്ക് മനസാക്ഷിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഭിമാനമുണ്ടെങ്കിൽ, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ ആ ആരോപണങ്ങൾ തെളിയിക്കണം. തെളിയിച്ചില്ല എങ്കിൽ നിങ്ങൾ പൊതുപ്രവർത്തന രംഗത്ത് പിന്മാറണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും അനാവശ്യമായിട്ട് ജനകീയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് സമരരംഗത്തേക്ക് വന്നിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെയും സിപിഎമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും തന്ത്രങ്ങൾ കുമളിയിൽ വിലപ്പോകില്ല. കുമളിയുടെ റോഡ് വികസന രംഗത്ത്, കുമളിയുടെ ബസ് സ്റ്റാൻഡ് വികസന രംഗത്ത്, കുമളിയുടെ ആരോഗ്യ രംഗത്ത്,
കുമളിയുടെ കാർഷിക മേഖലയിൽ ഒക്കെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കുമളിയിലെ ഗ്രാമപഞ്ചായത്തിനും കുമളിയിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ എനിക്കും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്കും വലിയ പങ്കാളിത്തം വഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. ദൂരക്കാഴ്ചകളുടെ വിരുന്നൊരുക്കി ചിത്രപുരം വ്യൂ പോയിന്റ്. KG's Jewelry, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. പാരമ്പര്യ വസ്ത്രസങ്കല്പങ്ങൾക്കൊപ്പം കല്യാണ പട്ട് സാരികളുടെയും റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെയും പ്രമുഖ ബ്രാൻഡുകളുടെ കമനീയ ശേഖരം. ഇളം മനസ്സുകൾക്ക് ഉണർവേകും വിധം പ്രത്യേകമായി തയ്യാർ ചെയ്ത ആദ്യ കുർബാന ഡ്രസ്സുകൾ. യുവത്വം ആഘോഷമാക്കാൻ ഓട്ടോ, ട്രിഗർ, പീറ്റർ ഇംഗ്ലണ്ട്, പാൻ അമേരിക്ക തുടങ്ങിയ ബ്രാൻഡുകളുടെ വർണ്ണാഭമായ ഡിസൈനർ കളക്ഷൻസ് ലതാ ടെക്സ്റ്റൈൽസിൽ ഒരുക്കിയിരിക്കുന്നു. ഹൈറേഞ്ചിലെ എല്ലാ പ്രമുഖ സ്കൂളുകളുടെയും റെഡിമെയ്ഡ് യൂണിഫോമുകൾക്കൊപ്പം യൂണിഫോം മെറ്റീരിയൽസുകളും ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞു കണ്ണുകൾക്ക് പ്രിയം നൽകുന്ന കുട്ടിക്കുപ്പായങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ. ലതാ ടെക്സ്റ്റൈൽസ്, മെയിൻ റോഡ്, കട്ടപ്പന. യഥാർത്ഥ പട്ട് വിശ്വസ്ത കരങ്ങളിലൂടെ. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീ ഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡ്ഡിംഗ് ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു. ദൂരക്കാഴ്ചകളുടെ വിരുന്നൊരുക്കി ചിത്രപുരം വ്യൂ പോയിന്റ്. ആനച്ചാൽ മൂന്നാർ റോഡിൽ പ്രകൃതിയൊരുക്കി ഈ ദൃശ്യഭംഗി ആസ്വദിക്കാൻ നിരവധി വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. പച്ചപ്പണിഞ്ഞ മലനിരകളും വൈദ്യുത നിലയവും സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. ആനച്ചാൽ മൂന്നാർ റോഡിലെ ചിത്തിരപുരം വ്യൂ പോയിന്റ് സഞ്ചാരികളെ ആകർഷിക്കുന്നു. പച്ചപ്പണിഞ്ഞ തേയിലക്കുന്നുകളും വൻമരങ്ങളുടെയും പോതകളുടെയും നിറവിനാൽ മനോഹരമായ മലനിരകളും വൈദ്യുത നിലയവും ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകളുമടക്കം ദൂരക്കാഴ്ചകളുടെ വലിയൊരു വിരുന്നാണ് ഇവിടെ പ്രകൃതി ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം മഞ്ഞുമൂടിയ മലനിരകളുടെ ദൃശ്യവും ഏറെ മനോഹരമാണ്. തെക്കിന്റെ കാശ്മീരിലേക്കുള്ള പാതയോരത്തെ ഈ പ്രകൃതി സമ്പത്ത് കാണാതെ ഒരു സഞ്ചാരി പോലും പോകാറില്ല. 100 കണക്കിന് വിദേശ സഞ്ചാരികളടക്കം ഇവിടെ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. പാൽക്കുളമേട് വിനോദസഞ്ചാര മേഖലയോട് സർക്കാർ അവഗണന. 1990-ൽ വിനോദസഞ്ചാര കേന്ദ്രമായി പാൽക്കുളമേടിനെ പ്രഖ്യാപിച്ചുവെങ്കിലും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും പ്രദേശത്തെ അവഗണിക്കുകയാണ്. ഇതോടെ പ്രഖ്യാപനം കടലാസിലൊതുങ്ങി. വാഴത്തോപ്പ്, കഞ്ഞിക്കുഴി പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന പാൽക്കുളമേടിനെ 1990-ൽ ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും DTPCയുടെയും KTDCയുടെയും അവഗണന മൂലം പ്രഖ്യാപനം കടലാസുകളിലൊതുങ്ങി. ഇടുക്കി നേരിമംഗലം സംസ്ഥാന പാതയിൽ അശോക കവലിയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരമാണ് പാൽക്കുളമേടിന്. എന്നാൽ മുളകുവള്ളിയിൽ നിന്നും ചെങ്കുത്തായ മല നടന്നു കയറിയാൽ മാത്രമേ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്താൻ കഴിയൂ. കൊക്കരക്കുളത്ത് നിന്നും KFDC പ്ലാന്റേഷൻ വഴി മൺറോഡ് ഉണ്ടെങ്കിലും സദാസമയവും കാട്ടാന വിഹരിക്കുന്ന ഈ വഴിയിലൂടെയും മലമുകളിലെത്തുക പ്രയാസമാണ്. വനം വകുപ്പ് ഇതുവഴിയുള്ള റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ പ്രസക്തി പുറം ലോകത്തെത്താത്തതിന് മറ്റൊരു കാരണം. നല്ല ഭംഗിയോടെ കൂടെ തന്നെ ടൂറിസം വികസനത്തിന് വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുമതി നൽകുകയും ഇതൊക്കെ തമിഴ്നാട് ഗവൺമെന്റിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൽ ഇരട്ടി
ഇത് കേരള ഗവൺമെൻറ് വനഭൂമി കയ്യിൽ വെച്ച് അവർ മരം വെട്ടിമുറിച്ച് മാറ്റാൻ മാത്രമേ ഇവർക്ക് അധികാരമുള്ളൂ. അല്ലാതെ ഇതുപോലത്തെ നല്ല ടൂറിസം മേഖല വികസിപ്പിക്കുകയോ ഒന്നും ഇവിടുത്തുള്ളവരൊന്നും യാതൊന്നും തന്നെ ചെയ്യാറില്ല. ഇതിപ്പോൾ അധപ്പതനമാണ്. ഇത് വീണ്ടും പുനരുദ്ധാരണം നടക്കണം. എല്ലാവരും അതിനെ ശ്രമിക്കണം, കൂട്ടായി തന്നെ ശ്രമിക്കുകയും വേണം എന്ന്. മുട്ടക്കുന്നുകളും പുൽമേടുകളും കാട്ടരുവികൾ കൊണ്ടും സമ്പന്നമായ ഈ പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ സർക്കാർ മനസ്സുവയ്ക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കട്ടപ്പന ഇടുക്കി കവലയിൽ സ്ഥാപിച്ച സിഗ്നൽ ബോർഡ് യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്നില്ല. കട്ടപ്പനയിലേക്ക് എത്തുന്ന വാഹനയാത്രികർ ബോർഡ് കാണാൻ കഴിയാത്തതിനാൽ വഴിതെറ്റുന്നതും ഇവിടെ പതിവാണ്. വലിയ വാഗമരത്തിന് പിന്നിലായാണ് അധികൃതർ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു ദിശാസൂചികയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യണം. കാരണം കട്ടപ്പന ഇടുക്കി കവലയിലെ ഒരു പ്രധാനപ്പെട്ട സിഗ്നൽ ബോർഡാണിത്. ഈ ദിശാസൂചിക എന്തിനാണ് ഇവിടെ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അധികൃതർ പോലും വാപൊളിക്കും. ഈ പടുകൂറ്റൻ മരമാണോ ഈ ബോർഡിനെ മറച്ചത്, അതോ ഈ ബോർഡ് മരത്തിന് പിന്നിൽ ഒളിച്ചതാണോ? ആർക്കും അറിയില്ല. നിരവധി പരാതികൾ നൽകിയ നാട്ടുകാർ ഉപേക്ഷിച്ച സംഭവമായതിനാൽ ഇതിനെ വ്യത്യസ്തത ഉളവാക്കുന്നു. വണ്ടിക്കാർ വന്നാലും ആൾക്കാരോട് ചോദിക്കണം എങ്ങോട്ടാ പോകേണ്ടതെന്ന്, അല്ലാതെ വേറെ യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് നാട്ടുകാർക്കും പ്രയോജനമില്ല, വണ്ടിക്കാർക്കും പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ല. നോക്കുകുത്തിയിട്ട് ആ സാധനം അവിടെ ഇരിക്കുക. അധികൃതർ ആരും അതിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പിന്നെ ഞാനത് ഈ ബോർഡ് കാണാത്തതിനാൽ കോട്ടയത്തേക്കും കുട്ടിക്കാനത്തേക്കും പോകേണ്ട വാഹനങ്ങൾ കട്ടപ്പന ടൗണിലേക്ക് വഴിതെറ്റിയെത്തുന്നത് നിരവധി ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതും ഒരു നിത്യ സംഭവമായതിനാൽ ആരും ഇതിനെ കാര്യമായി എടുക്കാറില്ല. അതവിടെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഞാൻ തന്നെ ഇതിപ്പോൾ ഏതാണ്ട് ഈ അടുത്ത സമയത്താണ് ഇത് കാണുന്നത്. വർഷങ്ങളായി ഞാനിവിടെ ഉള്ളയാളാണ്. ഞാനിത് ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്കാണ് അത് കാണുന്നത്. അത് ബോർഡാണോ എന്ന് പോലും ഉള്ളത് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അതവിടെ ഇരുന്നുകൊണ്ട് ഒരു ഫലവും ഇല്ല. അത്രയേ ഉള്ളൂ. അധികൃതരുടെ നടപടികളും ഇതുപോലെ തന്നെയാണ്. മുൻപിലുള്ള തടസ്സം മാറ്റണമെന്ന് ഈ ബോർഡും ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇതുതന്നെയാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. അധികൃതരുടെ കനിവിനായി ഇവർക്കൊപ്പം ഞങ്ങളും കാത്തിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. തരിശുഭൂമിയിൽ കൃഷിയിറക്കി 100 മേനി കൊയ്ത് യുവ കർഷക. വലിയ തോവാള അഞ്ചുമുക്ക് സ്വദേശിനി ഉള്ളാട്ടിൽ മഞ്ജുവാണ് വ്യത്യസ്തമായ കൃഷിരീതിയിലൂടെ വിജയം നേടിയത്. 5 ഏക്കറോളം സ്ഥലത്ത് സംയുക്ത ജൈവ കൃഷിയാണ് മഞ്ജു നടത്തുന്നത്. കൃഷിക്ക് അനുയോജ്യമല്ലെന്ന് പലരും പറഞ്ഞ ഭൂമി നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം ബഹുവിളത്തോട്ടം ആക്കി തീർത്തിരിക്കുകയാണ് വലിയ തോവാള അഞ്ചുമുക്ക് ഉള്ളാട്ടിൽ മഞ്ജു എന്ന യുവ കർഷക. പുല്ലുപോലും മുളയ്ക്കാതെ കിടന്ന ഭൂമിയെ 5 വർഷം കൊണ്ടാണ് പൊന്നു വിളയിക്കുന്ന നിലമാക്കി ഇവർ മാറ്റിയത്. വർഷങ്ങൾക്ക് മുൻപ് മഞ്ജുവിന്റെ 3.5 ഏക്കർ പുരയിടത്തിൽ ആകെയുണ്ടായിരുന്നത് ഉൽപാദനം കുറഞ്ഞ കുറച്ച് റബ്ബർ മാത്രമായിരുന്നു. ഇന്ന് റബ്ബറിനൊപ്പം കുരുമുളക്, കൊക്കോ, കപ്പ, ചേന, ചേമ്പ്, വാഴ, മുളക്, വിവിധയിനം പച്ചക്കറികൾ എന്നിവ വിളയുന്നു. ഭൂമിയിലുണ്ടാകുന്ന ചരൽക്കല്ലുകൾ ഉപയോഗിച്ച് കയ്യാലകൾ തീർക്കുകയായിരുന്നു മഞ്ജുവിന്റെ ആദ്യ ജോലി. പിന്നീട് സംഘം കൃഷിയിലൂടെയും പുസ്തക വായനയിലൂടെയും ലഭിച്ച അറിവുകൾ കൃഷിയിടത്തിൽ പരീക്ഷിച്ചു. പൂർണ്ണമായും ജൈവകൃഷിയാണ് ഇവർ അവലംബിക്കുന്നത്. ചാണകം, ആട്ടിൻകാഷ്ടം, പഞ്ചഗവ്യം, വിവിധ അമിനോ ആസിഡുകൾ എന്നിവ കൃഷിയിടത്തിൽ ഉപയോഗിച്ചതോടുകൂടി മണ്ണ് ഫലഭൂയിഷ്ടമായി. പാട്ടത്തിനടുത്ത് പന്തല് പാവലും പയറും കോവലും ചെയ്യുന്നുണ്ട്. കപ്പയും സംഘകൃഷിയായിട്ട് പയറും പാവലും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പ, പിന്നെ മാലിമുളക് തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ക്ലസ്റ്ററിന്റെ കീഴിൽ ഹരിതശ്രീ ക്ലസ്റ്ററിന്റെ പേരിൽ ഒരു കാർഷിക നേഴ്സറി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ കൊടിയ മരത്തൈകൾ വേണ്ടതായിട്ടുള്ള എല്ലാ ഫലവൃക്ഷങ്ങളുടെ തൈകളെല്ലാം വേണ്ടതെല്ലാം കൂടെ ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സ്വന്തം ഭൂമിയിലെ കൃഷിക്ക് പുറമെ പാട്ടത്തിനെടുത്ത 1.5 ഏക്കറോളം സ്ഥലത്ത് പാവൽ, ക്യാബേജ്, പച്ചമുളക്, പയർ തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളും കൃഷി ചെയ്തു വരുന്നു. വീട്ടുജോലികളും കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന തിരക്കും കഴിഞ്ഞ് പറമ്പിലേക്ക് ഇറങ്ങുന്ന മഞ്ജു വൈകുന്നേരം മടങ്ങുന്നത് പശുക്കൾക്കുള്ള പുല്ലുമായാണ്. അഞ്ചുമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹരിത വെജിറ്റബിൾ ക്ലസ്റ്ററിന്റെ അമരക്കാരി കൂടിയാണ് ഇവർ. മഞ്ജുവും സുഹൃത്തായ മിനി മാത്യുവും ചേർന്ന് ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ മികച്ച ഇനം തൈകൾ വിതരണം ചെയ്യുന്ന ഒരു നഴ്സറിക്കും തുടക്കം കുറിച്ചു. വിവിധയിനം പച്ചക്കറികൾ, ഫലവൃക്ഷങ്ങൾ, കുരുമുളക് എന്നിവയുടെ തൈകൾ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. ദിവസേന 5 പേർക്ക് തൊഴിൽ നൽകുന്ന പ്രസ്ഥാനമായി നഴ്സറി മാറിക്കഴിഞ്ഞു. ഓർഡറുകൾക്ക് അനുസരിച്ച് തൊഴിലാളികളുടെ എണ്ണത്തിലും വർധനമുണ്ടാകും. കുടുംബശ്രീ മുഖേനയും സുഹൃത്തുക്കൾ മുഖേനയുമാണ് വിപണി കണ്ടെത്തുന്നത്. മികച്ച ഓർഡറുകളാണ് നഴ്സറിയിൽ ലഭിക്കുന്നത്. നഴ്സറിയുടെ തിരക്കിനിടയിലും സ്വന്തം കൃഷിയിടത്തിലും ഇവർ അധ്വാനിക്കുന്നു. നഴ്സറിയിലൂടെ ആവശ്യക്കാർക്ക് ജൈവവളങ്ങളായ പഞ്ചഗവ്യം, ദശഗവ്യം,
എഗ് ഫിഷ്, മീറ്റ്, അമിനോ ആസിഡുകൾ എന്നിവയും വിതരണം ചെയ്യുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് മാത്യുവും അഞ്ജിത്ത്, അഞ്ജു, ആൽബിൻ എന്നീ മക്കളും ഒഴിവു സമയങ്ങളിൽ മഞ്ജുവിനെ സഹായിക്കാൻ കൃഷിയിടത്തിൽ ഇറങ്ങും. ഇടുക്കി നെറ്റ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി പാറേമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം നിലച്ചു. മേൽക്കൂര നിർമ്മിക്കാതെ തറയിൽ ടൈൽ നിരത്തി കരാറുകാരൻ ബില്ലുമാറി മുങ്ങിയതായാണ് ആരോപണം. അധികൃതരുടെ ഒത്താശയോടെയാണ് ഇയാൾ ബില്ലുമാറിയതെന്നും ആരോപണം. വീടുകളായാലും കെട്ടിടങ്ങളായാലും മേൽക്കൂര നിർമ്മിച്ചതിനു ശേഷമാണ് പെയിന്റ് അടിക്കുകയും തറയിൽ ടൈൽ പാകുകയും ചെയ്യുന്നതായി സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ മേൽക്കൂരയില്ലാത്ത കെട്ടിടമുറികളിൽ ടൈൽ വിരിച്ച് തുക കൈമാറി കരാറുകാരൻ മുങ്ങിയ കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇടുക്കി പാറേമാവിലുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്കായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടം ആണിത്. ഇവിടെയാണ് ആദ്യം സൂചിപ്പിച്ച മേൽക്കൂര പണിയാത്ത മുറിയിൽ ടൈൽ പാകിയ നിലയിൽ കേട്ടുകേഴ്വി പോലുമില്ലാത്ത ഈ വൻ ക്രമക്കേട് കാണാൻ കഴിയുന്നത്. 2010 ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ നീക്കിവെച്ച് ഇവിടെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. സർക്കാർ 2 കോടി രൂപ കൂടി അനുവദിച്ചതായി പ്രഖ്യാപനമുണ്ടായെങ്കിലും ഇത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 1 കോടിയിൽ 80 ലക്ഷം രൂപ മാത്രം ഫലപ്രദമായി വിനിയോഗിക്കുകയുണ്ടായി. എങ്കിലും അസ്ഥിവാരം വരെ കുറച്ചു ഭാഗം മേൽക്കൂരയും പില്ലറുകളും മാത്രം നിർമ്മിച്ച് ഈ തുകയും കൈപ്പറ്റി. വീണ്ടും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 72 ലക്ഷം രൂപ മുടക്കി മുറികൾ തിരിക്കുവാനും ബാക്കി ഭാഗം കോൺക്രീറ്റ് ചെയ്യുവാനും നിർമ്മാണം പൂർത്തീകരിച്ച മുറികളിൽ ടൈൽ പാകി ഭിത്തി വെള്ളപൂശാനും നിർദ്ദേശം നൽകി. എന്നാൽ ഈ അനുമതി മുതലാക്കി മുറികൾ തിരിച്ചുവെങ്കിലും ബാക്കി മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യാതെ തുറന്നുകിടക്കുന്ന സ്ഥലത്ത് ടൈൽ പാകി തുക അടിച്ചുമാറ്റി. മേൽക്കൂരയില്ലാത്ത ഭാഗത്ത് ടൈൽ പാകുന്നത് ഗുണകരമല്ലെന്ന് ആശുപത്രി അധികൃതരുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർക്ക് നേരെ തട്ടിക്കയറുന്ന സ്ഥിതിയുണ്ടായെന്നും ആരോപണമുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ ആശുപത്രിയിലേക്ക് രോഗികൾ കൂടുതലായി എത്തിത്തുടങ്ങിയതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം രോഗികളും ജീവനക്കാരും ദുരിതം അനുഭവിക്കുമ്പോഴും കരാറുകാരന്റെ ഈ നടപടിക്കെതിരെ അന്വേഷണം വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. പാറേമാവ് ആശുപത്രിയെ സംബന്ധിച്ച് കഴിഞ്ഞ ഗവൺമെൻറ് 3 കോടി രൂപ ഫണ്ട് അനുവദിച്ചാണ്. അത് പിന്നെ 100 കണക്കിന് ആളുകൾ രോഗികൾ ഇവിടെ പാറേമാവിലൊന്ന് ചികിത്സിക്കുകയും അതിനോടനുബന്ധിച്ച് അവിടെ സൗകര്യങ്ങളില്ലാത്തതിനെ സംബന്ധിച്ചാണ് കൂടുതലും കഴിഞ്ഞ ഗവൺമെൻറ് 3 കോടി രൂപ അനുവദിച്ചത്. അപ്പം ആ കോൺട്രാക്ടർ ഈ ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ചെയ്ത ആ വർക്കിനോട് ആത്മാർത്ഥമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്തു. പിന്നെ ടൈൽ ഒട്ടിച്ചു. പണി ഫിനിഷ് ചെയ്താണ് എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ടൈൽ ഒട്ടിക്കുന്നത്. അത് ഓരോ ഫണ്ടിനും ഓരോ പിന്നെ തുകയാണ് വെച്ചത്. തുക കൂടുതലുള്ള ഫണ്ടിൻ്റെ പണി ചെയ്ത് ബില്ല് മാറിക്കൊണ്ട് പോകുന്നു. പിന്നെ അതിനെ സംബന്ധിച്ച് വലിയ സങ്കടമുണ്ട്. ഒരു പണിയും തീർക്കാതെ മുഴുവൻ പൈസയും മാറിക്കൊണ്ട് പോകുന്ന രീതിയിൽ ആദ്യമേ ബേസ്മെൻറ്റ് കെട്ടി കമ്പി മേളിലേക്ക് ചെയ്തു. 2.5 വർഷം 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പണിത്. കമ്പി തുരുമ്പെല്ലാം എടുത്തതിന് ശേഷമാണ് പിന്നെ പണിത്. ഇടുക്കി നെറ്റ് ന്യൂസ്, ചെറുതോണി. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന ചിത്രകലാ ക്യാമ്പ് ചിത്രജാലകം പീരിമേട് പരുന്തുംപാറയിൽ മെയ് 9 മുതൽ 11 വരെ നടക്കും. കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ചു വരുന്ന വിവിധ പഠന ക്യാമ്പുകളുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാനതല ചിത്രകലാ ക്യാമ്പ് ചിത്രജാലകം 2015 മെയ് മാസം 9 തീയതി മുതൽ 11 തീയതി വരെ പീരുമേട് പരുന്തുംപാറയിൽ നടക്കും. ചിത്രകലയുമായി ബന്ധപ്പെട്ട പഠനവും അന്വേഷണവുമാണ് ഈ ക്യാമ്പിന്റെ ലക്ഷ്യം. കാഞ്ചിയാർ രാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ചിത്രകലയിൽ ഇന്നോളം പ്രതിഭ തെളിയിച്ചിട്ടുള്ള ആളുകളും ചിത്രകലയിലേക്ക് കടന്നു വരുന്നവരും ക്യാമ്പിൽ പങ്കെടുക്കും. ചിത്രകലയിലെ പ്രഗത്ഭർ ക്ലാസുകൾ നയിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 40 പ്രതിനിധികളാണ് ഈ ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത്. ചിത്രകലാരംഗത്ത് ഇതിനകം പ്രതിഭ തെളിയിച്ചിട്ടുള്ള ചിത്രകാരന്മാർ, അതുപോലെ തന്നെ ചിത്രകലയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾ എന്നിവരെല്ലാം ഈ ക്യാമ്പിൽ പങ്കാളികളാകുന്നുണ്ട്. കേരളത്തിലെ ചിത്രകലാരംഗത്ത് പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസ് നയിക്കുന്നു. സ്വാഗത സംഘം പ്രവർത്തകരായ കാഞ്ചിയാർ രാജൻ, KR രാമചന്ദ്രൻ, P ബാബു, TJ ജോൺ, ഷൈജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് 20,120 രൂപ, സ്വർണം ഗ്രാമിന് 2,515 രൂപ, വെള്ളി 40 രൂപ.
സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. ഇനി കമ്പോള നിലവാരം. ഏലം കൂടിയ വില 675, കുറഞ്ഞ വില 550. കുരുമുളക് 590, കാപ്പി 120, റബ്ബർ 104, ഗ്രാമ്പു 800, കൊക്കോ 52, ജാതി 260 രൂപ. ജാതിപത്രി കൂടിയ വില 1000 രൂപ, കുറഞ്ഞ വില 900 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മികച്ച വില ലഭിക്കാതെ വെളുത്തുള്ളി കർഷകർ. കഴിഞ്ഞ വർഷം 200 രൂപ വരെ ലഭിച്ചിരുന്ന വെളുത്തുള്ളിക്ക് ഇപ്പോൾ ലഭിക്കുന്നത് 75 രൂപ. കാന്തല്ലൂരിൽ വെളുത്തുള്ളി കർഷകർ പ്രതിസന്ധിയിൽ. മറയൂരിൽ കാട്ടാന ആക്രമണം രൂക്ഷം. വന്യജീവി ആക്രമണം തടയാൻ വനംവകുപ്പ് പ്രഖ്യാപിച്ച സോളാർ വേലിയും ജൈവവേലിയും സ്ഥാപിച്ചില്ല. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ കനത്ത നാശം വിതയ്ക്കുന്നു. കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ കോൺഗ്രസ് ധർണ. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ധർണയിൽ വൻ ജനപങ്കാളിത്തം. നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും ഇരട്ടയാറിലും കഞ്ഞിക്കുഴിയിലും കരിമ്പലിലും പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കുമളിയിൽ ടീ ബോർഡിന് മുമ്പിലും കോൺഗ്രസ് ഉപരോധം. ഇന്ധന വിലവർദ്ധനവിൽ നട്ടം തിരിഞ്ഞ് ജനങ്ങൾ. എണ്ണവില വർദ്ധിച്ചതോടെ പച്ചക്കറിക്ക് പൊള്ളുന്ന വില. വിലവർദ്ധനവ് സാധാരണക്കാരുടെ നടുകുടിക്കുന്നു. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഇടുക്കിയിൽ വിനോദസഞ്ചാര മേഖലയോട് സർക്കാർ അവഗണന. വിനോദസഞ്ചാര മേഖലയായി പ്രഖ്യാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ പാൽക്കുളം മേടിനെ അവഗണിക്കുന്നു. ദീപിക എക്സലൻസ് അവാർഡ് കെജിഎസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാജൻ ജോർജിന്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കാണ് അവാർഡ്. കുമരകത്ത് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവാർഡുകൾ വിതരണം ചെയ്തു. ഇതോടെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ് കട്ടപ്പന. Counseling and admissions for professional courses in NRI and management quota in reputed colleges all over India. കഴിഞ്ഞ 10 വർഷമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാർഗദർശിയായി പ്രവർത്തിച്ചു വരുന്ന ISO 9001:2008 സർട്ടിഫൈഡ് സ്ഥാപനമാണ് കരിയർ വേൾഡ്. ഗൈഡൻസ് ഫോർ MBBS, BDS, BAMS, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, PCBSc നഴ്സിംഗ്, ഫാം ബി, B.Pharm, M.Pharm, BSc Speech and Hearing, BSc Optometry, Engineering, MBA, BBM, BCA Cloud Computing and all other courses. For more details, contact 179 Bar A, Annapurna Building, Government High School Road, near Ayyappa Temple, T. Dasarahalli, Bangalore 57. Mobile 09916039339. Email careerworldedu@gmail.com or contact our customer service number 07676339339. Log on to our website www.careerworldedu.org. ഉന്നത വിദ്യാഭ്യാസം സുരക്ഷിത കരങ്ങളിൽ. കരിയർ വേൾഡ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ പള്ളിക്കവല കട്ടപ്പന. പാരമ്പര്യ വസ്ത്ര സങ്കല്പങ്ങൾക്കൊപ്പം കല്യാണ പട്ടു സാരികളുടെയും റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെയും പ്രമുഖ ബ്രാൻഡുകളുടെ കമനീയ ശേഖരം. ഇളം മനസ്സുകൾക്ക് ഉണർവേകും വിധം പ്രത്യേകമായി തയ്യാർ ചെയ്ത ആദ്യ കുർബാന ഡ്രസ്സുകൾ. യുവത്വം ആഘോഷമാക്കാൻ ഓട്ടോ, ട്രിഗർ, പീറ്റർ ഇംഗ്ലണ്ട്, പാൻ അമേരിക്ക തുടങ്ങിയ ബ്രാൻഡുകളുടെ വർണ്ണാഭമായ ഡിസൈനർ കളക്ഷൻസ് ലത ടെക്സ്റ്റൈൽസിൽ ഒരുക്കിയിരിക്കുന്നു. ഹൈറേഞ്ചിലെ എല്ലാ പ്രമുഖ സ്കൂളുകളുടെയും റെഡിമെയ്ഡ് യൂണിഫോമുകൾക്കൊപ്പം യൂണിഫോം മെറ്റീരിയൽസുകളും ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞു കണ്ണുകൾക്ക് പ്രിയം നൽകുന്ന കുട്ടിക്കുപ്പായങ്ങളുടെ വർണ്ണ കാഴ്ചകൾ. ലത ടെക്സ്റ്റൈൽസ്, മെയിൻ റോഡ്, കട്ടപ്പന. യഥാർത്ഥ പട്ട് വിശ്വസ്ത കരങ്ങളിലൂടെ. കെജിസ് ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല. കെജിസ് സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു.
പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം.